ഈ ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഗുണ്ടൂർ കാരം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും 200 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ മഹേഷ് ബാബു നായകനെത്തിയ ഗുണ്ടൂർ കാരം. പൊങ്കൽ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 260 കോടി ബ്രേക്ക് ഈവനുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇതുവരെ ലോകമെമ്പാടും നിന്നും 215 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ തിയേറ്ററുകളിലെ പരാജയമാണെങ്കിൽ പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമയുടെ മികച്ച കളക്ഷൻ തന്നെയാണ് ഗുണ്ടൂർ കാരം നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് ഹനുമാൻ എന്ന മറ്റൊരു പൊങ്കൽ സംക്രാന്തി റിലീസ് തെലുഗു പാനന്ദൻ സിനിമയാണ്. സൂപ്പർ ഹീറോ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 2024 ആദ്യത്തെ ഇന്ത്യൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുന്നേ 250 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ട സിനിമ ഇപ്പോഴത്തെ 275 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ അടുക്കുന്നു. വലിയ വിജയമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പൊറിഞ്ചമറിയം ജോസിന്റെ തെലുഗു റീമേക്ക് ആയിരുന്നു നാഗാർജുന നായകനെത്തിയ നാസാമി രംഗ. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ 40 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 20 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട സിനിമ വലിയ വിജയത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും ഒരു ഡീസന്റ് ഹിറ്റാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ ഫൈറ്റർ. ചിത്രം ഞായർ വരെ മിനിമം കളക്ഷൻ നേടിയെടുത്തിട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കളക്ഷൻ പ്രതിദിനം താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച 16 കോടിയായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ എങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച 10 കോടിയിൽ പരമാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. 235 കോടി രൂപയാണ് ഇതുവരെ സിനിമ ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ആകെ 6 ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ അത് മികച്ച കളക്ഷൻ ആണെങ്കിൽ പോലും ഒരു ഹൃതിക് റോഷന്റെ സിനിമ എന്ന നിലയിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഉയരത്തിലേക്ക് പോസിറ്റീവ് ലഭ്യമായ സിനിമ പറക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഒരു അഭിപ്രായം വരുന്നത്. അതേസമയം സിനിമയുടെ ബഡ്ജറ്റ് 200-250 കോടി റേഞ്ചിലാണ് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അബ്രഹാം മോസ്ലർ എന്ന സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത 2024 ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 23 കോടി 10 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത് 15 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ ആണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതുപോലെ 38 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ ഓടുന്നുണ്ട്. എന്തായാലും കേരള ഫൈനൽ അനുസരിച്ചിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ. എത്ര കോടി വരുമെന്ന് നിങ്ങൾക്കും പ്രവചിക്കാം. കാത്തിരിക്കൂ, കൂടുതൽ വീഡിയോകൾ കേട്ടാം.